തൃശൂർ കൊടുങ്ങല്ലൂരിലുള്ള അപ്പാർട്ട്മെന്റിലെ ഫ്രിഡ്ജിനുള്ളിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത സംശയിക്കണോ? 3 മാസം പ്രായമുള്ള ശിശുവിന്റെ ഭ്രൂണം ഉപേക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെന്ന യുവതിയുടെ മൊഴി വിശ്വസിക്കാൻ കഴിയുമോ? ഇത് സ്വാഭാവികമായ ഗർഭചിത്രമാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ? പോലീസിന്റെ മുന്നിൽ നിരവധി ചോദ്യങ്ങളുണ്ട്. കൊടുങ്ങല്ലൂരിലെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ലിവിംഗ് ടുഗദർ പങ്കാളികളുടെ മുറിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. താൻ 3 മാസം ഗർഭിണിയായിരുന്നതായും മാസം തികയാതെ പ്രസവിക്കുകയും ചെയ്തെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. കൊടുങ്ങല്ലൂരിൽ ഫ്ളാറ്റിനുള്ളിലെ ഫ്രിഡ്ജിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന അഭിഷേകും അപർണയും ലിവിംഗ് ടുഗദർ റിലേഷൻ ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 3 മാസം മുൻപാണ് ഫ്ളാറ്റിൽ താമസമാക്കിയതെന്നും 3 മാസമായി ഗർഭിണിയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി. ഇവർ തൃശ്ശൂരിലെ ഒരു ആശുപത്രിയിൽ നേഴ്സാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വയറുവേദന അനുഭവപ്പെടുകയും ശുചിമുറിയിൽ വെച്ച് ഭ്രൂണം പുറത്തുവരികയും ചെയ്തു. ഭ്രൂണം സ്വയം വേർപെടുത്തുകയായിരുന്നുവെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് എന്ത് ചെയ്യണമെന്നറിയാതെ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു. കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെന്നാണ് അപർണയുടെ മൊഴി. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ചാത്തേടത്ത് പറമ്പിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന യുവദമ്പതികളുടെ മുറിയിൽ നിന്ന് 3 മാസത്തോളം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ചെറിയ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. യുവതി 3 മാസം ഗർഭിണിയായിരുന്നുവെന്നാണ് പറയുന്നത്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇരുവരുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സംഭവത്തിൽ വ്യക്തത വരികയുള്ളൂവെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഭ്രൂണം പോസ്റ്റ്മോർട്ടത്തിനായി മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ദമ്പതികളുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നും ഇത് സ്വാഭാവികമായ ഗർഭചിത്രമാണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്നും അറിയാൻ ശാസ്ത്രീയ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. യുവതിയെ വൈദ്യപരിശോധനയ്ക്കും വിധേയയാക്കും. അയൽവാസികളിൽ നിന്നും കൂടുതൽ വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.